അസ്സലാമലൈക്കും. അപ്പോൾ കേരള സ്റ്റോറിയല്ല, KKD സ്റ്റോറിയാണ്. കാരണം ബീഫിനെ സ്നേഹിച്ചവനാണ്. അപ്പോൾ മോള് പറഞ്ഞു ഉപ്പച്ച എന്നെ തല കെട്ടിത്തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അറിയുന്ന പോലെയൊക്കെ ഇങ്ങോട്ട് ചെയ്ത് കൊടുത്തു, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വിശേഷം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചെറിയൊരു നോമ്പ് തുറയാണ് അല്ലേ? ആരൊക്കെ ഉണ്ട്? അനിയപ്പ പറയും, സലീമ, എല്ലാവരും പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു നോമ്പ് തുറയാണ് അല്ലേ? ഇന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതിൽ നോക്കി പറയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചക്രബ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ പോയിട്ട് നല്ലൊരു ഇളം ബീഫ് നമ്മൾ മേടിച്ചു. അത് കൊണ്ടുവന്ന് ഉള്ളിയും കാര്യങ്ങളും അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മുറിച്ച് വെച്ചു. തക്കാളി ഇതൊക്കെ നമ്മൾ അരച്ച് സെറ്റാക്കി. ബീഫൊക്കെ കുറച്ചിങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കോഴിക്കറിയും ആയിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ നമ്മൾ ജീരകശാല അരിയാണ്, പാലക്കാട് മോഡൽ ബിരിയാണി വയ്ക്കണം. പക്ഷേ എല്ലാ വീഡിയോയും നമ്മൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് അങ്ങനെ ഓർഡറും ചാളൊക്കെ ആയിട്ട് കുറച്ചായിട്ട് എടുത്തു. അപ്പോൾ ഉള്ളിലേക്ക് വേവിച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് ക്ഷീണമായി പോയാൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വന്നു. അവൾക്ക് ചോറിൻ്റെയൊക്കെ പകുതി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ബീഫൊക്കെ നല്ല വെന്ത് സെറ്റായിട്ട് വന്ന് നമ്മൾ കൂട്ട് ബിരിയാണി വെക്കുന്നത്. ബീഫും ചോറും അരിയും കൂടിയുള്ള കൂട്ട് ബിരിയാണി പാലക്കാടൻ സ്റ്റൈലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വെള്ളം കലക്കുന്നതിന് വേണ്ടി പഞ്ചസാര അലിയാൻ വേണ്ടി സാധാ വെള്ളത്തിലിട്ട് പഞ്ചസാര ഒന്ന് കലക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നന്നാരി സർബത്താണ് കലക്കുന്നത്. നല്ല ടേസ്റ്റാണ്. 1-2 ആളുകളൊക്കെ കുടിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അവർക്ക് അത് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പുറത്തൊക്കെ നമ്മൾ 80 റുപ്യ 70 അങ്ങനെയാണ് വിൽക്കുന്നത്. 60 റുപ്യക്കാണ് ഹോൾസെയിൽ വില ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചോറും ബീഫും കൂടിയിട്ട് ഇട്ട് വെക്കുന്ന ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പാലക്കാടൻ റാവുത്തർ സ്റ്റൈലാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തലശ്ശേരി വിനൊക്കെ മാറി നിൽക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യ് മിൽമൻ്റെയാണ്. അപ്പോൾ അതിങ്ങനെ തിളച്ച് വന്ന് ദമ്മൊക്കെ ഇട്ടു. അപ്പം കുറച്ച് സ്ഥലം വരെ പോകാണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ദമ്മൊക്കെ പൊട്ടിച്ചു. മണമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, പാലക്കാട്ടുകാർക്ക് എന്തായാലും പറ്റും. പുറത്തുള്ള ആളുകളൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ബിരിയാണിയാണ് പാലക്കാടൻ ബീഫ് ദം ബിരിയാണി. അപ്പോൾ മറ്റേ എന്താ പറയുക, തലശ്ശേരിനൊക്കെ ഒരു പടി എന്തായാലും മാറി നിൽക്കേണ്ടി വരും. ഞാനുണ്ടാക്കിയത് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും നമ്മൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിക്ക് നമ്മൾ പൊറോട്ടയും നൂൽപുട്ടും പത്തിരിയാണ് നമ്മളതിന് കൂടെ കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം കലക്കൽ ഇതായി നന്നാരി വെള്ളം കലക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുഹബത്ത് കാ സർബത്ത് ബത്തക്ക ജ്യൂസും ആക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വന്നു. അതൊക്കെ കഷ്ണമാക്കി അത് ഒരു ഡെക്കറേഷൻ എന്ന രീതിയിൽ വെച്ചു. അപ്പോൾ ഡെക്കറേഷനൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ നോമ്പ് തുറക്കേണ്ട സമയമായി. എല്ലാവരും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊറോട്ട അവിടെ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതും കൂടി മേടിക്കാൻ വേണ്ടി പോയി. നല്ല അടിച്ച ചൂടോടുള്ള പൊറോട്ട, ചിക്കൻ കറി, നല്ല ബീഫ് ബിരിയാണി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടും.